CSEB എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹീസ് ബേക്കിംഗ് ഡാഷ് കേക്ക്. അവനെന്താണ് ഒരു കേക്ക് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഏത് ടെൻസിലാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് ഈ ഒരു സെൻറ്റൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹീസ് ബേക്കിംഗ്, ഹീ എന്ന് പറയുന്നത് സിംഗുലറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയാം, ഇവിടെ ബേക്ക് എന്ന് പറയുമ്പോൾ ING ഫോമിലാണ്. അതുകൊണ്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷനിൽ വരാൻ സാധ്യതയുള്ളത്? ഓപ്ഷൻ എയിൽ എ എന്നാണ്, ബി ആൻഡ്, സി ദ, ഡി നൺ ഓഫ് ദി എബോവ്. ഇവിടെ ഈസ് വന്നതും ഇവിടെ സിംഗുലറുമാണ്, ഇവിടെ ഈസും വന്നതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്. ഏതാണ് ആൻസർ? എ ആണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. നമ്മളിപ്പോൾ കണ്ടു ഹീസ് ബേക്കിംഗ് എ കേക്ക് അല്ലേ. ഈ ഒരു സെൻറ്റൻസിൻ്റെ വ്യത്യസ്തമായ 12 ടെൻസ് ഫോം നമുക്കൊന്ന് നോക്കാം. ടെൻസ് ചാർട്ടൊന്ന് നമുക്ക് നോക്കാം. ഇത് ഈ ഹീസ് ബേക്കിംഗ് എ കേക്ക് പറഞ്ഞു. അതിൻ്റെ സിമ്പിൾ പ്രസൻറ്റ് ടൈം എന്ന് പറയുന്നത് ഹീ ബേക്സ് എ കേക്കാണ്. ഓക്കെ. പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഹീ ബേക്സ് എ കേക്കാണ്. ഇവിടെ ES വന്നു അല്ലേ. ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ എന്താണ് ഹീ ബേക്സ് എ കേക്ക് എന്നാണ് വന്നുള്ളത്. കാരണം ഇവിടെ ഹീ എന്ന് പറയുന്നത് സിംഗുലറാണ്. അതുകൊണ്ടാണ് നമ്മൾ ബേക്കിൻ്റെ കൂടെ എസ് കൂടി ചേർത്തിട്ടുള്ളത്. ദെൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ നമ്മൾ എന്താണ് ING ഫോമാണ്. ഇതിൻ്റെ ING ഫോമാണ്. അപ്പോൾ നമ്മൾ എന്ത് വന്നു? ഹീസ് ബേക്കിംഗ് എ കേക്ക് എന്ന് വന്നു. ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റ് വരുമ്പോൾ നമ്മൾ ഈസ് എന്തായി മാറുന്നുണ്ട്? ഹാസ് ആയിട്ട് മാറുന്നുണ്ട്. ബേക്ക് എന്നുള്ളത് ബേക്ക്ഡ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഹീ ഹാസ് ബേക്ക്ഡ് എ കേക്ക് എന്ന് മാറുന്നുണ്ട്. ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ ഹീ ഹാസ് ബീൻ, ഹാസ് എന്തായി മാറി? ഹാസ് ബീൻ ആയി മാറുന്നുണ്ട്. ബേക്ക്ഡ് എന്താണ്? ബേക്കിംഗ് വന്നു. കാരണം ING ഫോമിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ ഹീ ഹാസ് ബീൻ ബേക്കിംഗ് എ കേക്ക് വന്നു. ദെൻ സിമ്പിൾ പാസ്റ്റിലേക്ക് വരുമ്പോൾ എന്തായി? ബേക്ക് എന്തായി മാറി? ബേക്ക്ഡ് ആയി മാറി. ഹീ ബേക്ക്ഡ് എ കേക്കായി മാറി. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ ING ഫോം. അപ്പോൾ ഈസ് എന്തായി മാറി? വാസ് ആയിട്ട് മാറി. ഹീ വാസ് ബേക്കിംഗ് എ കേക്കായി. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ എന്താണ്? ഈ വാസ് എന്തായി മാറി? ഹാഡായി മാറി. അപ്പോൾ ഹീ ഹാഡ് ബേക്ക്ഡ് എ കേക്കായി മാറി. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ എന്താണ്? ING ഫോമും കൊടുക്കണം അല്ലേ. അപ്പോൾ ഹാഡ് അതുപോലെ വന്നു. ഈ ഹാഡ് എന്തായിട്ട് മാറി? ഹീ ഹാഡ് ബീൻ ആയിട്ട് മാറി. ഹാഡ് ബീൻ ആയി മാറി. ബേക്ക്ഡ് ബേക്കിംഗ് ആയി മാറി. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എന്തായി മാറി സെൻറ്റൻസ്? ഹീ ഹാഡ് ബീൻ ബേക്കിംഗ് എ കേക്കായി മാറി. ദെൻ സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ ഫ്യൂച്ചറിൽ എപ്പോഴും എന്താണ് നമ്മൾ ചേർക്കുക? വില്ലാണ് ചേർക്കുക. സിമ്പിൾ ഫ്യൂച്ചർ ആയപ്പോൾ ഈസ് എന്തായി മാറി? വില്ലായി മാറി. ഹീ വിൽ ബേക്ക് എ കേക്കായി മാറി. ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വന്നപ്പോൾ ഹീ വിൽ ബി ബേക്കിംഗ് എ കേക്ക്. വിൽ ബി ആയി. വിൽ എന്തായി മാറി? വിൽ ബി ആയി മാറി. ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് വന്നപ്പോൾ എന്തായി? വിൽ ബി എന്തായി മാറി? വിൽ ഹാവ് ആയി. ഹീ വിൽ ഹാവ് ബേക്ക്ഡ് എ കേക്കായി മാറി. ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വന്നപ്പോൾ എന്തായി? ഇവിടെ ഒരു ING ചേർക്കേണ്ടി വന്നു. വിൽ ഹാവ് എന്തായി? വിൽ ഹാവ് ബീൻ ആയി. ഹീ വിൽ ഹാവ് ബീൻ ബേക്കിംഗ് എ കേക്ക് എന്നായി മാറി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ചൂസ് 1 വേർഡ് ഫോർ ദി ഫോളോയിങ്. താഴെ പറയുന്നവയ്ക്ക് എന്താണ് 1 വേർഡ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? പ്രാക്ടീസ് ഓഫ് ഹാവിങ് 2 വൈഫ്സ് ഓർ ഹസ്ബൻഡ്. അതായത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരോ ഉള്ളതിനുള്ള 1 വേർഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. A പോളിഗമി, B മോണോഗമി, C ബിഗമി, D ഡൈക്കാറ്റമി വന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ വന്നത് എന്താണ്? A ആണ്, പോളിഗമിയാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരോ ഒന്നിൽ കൂടുതൽ ഭാര്യമാരോ ഉള്ളതിനെ പറയുന്ന പേരെന്താണ്? പോളിഗമി അല്ലേ. ഒന്നിൽ കൂടുതൽ വരുമ്പോൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ പോളി ആയിരിക്കും. ഓക്കെ. സിംഗിൾ ആണെങ്കിൽ മോണോ ആയിരിക്കും വരിക. അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡും വൈഫും ഉള്ളവരെ നമ്മൾ എന്ത് പറയും? പോളിഗമി എന്ന് പറയും. ഇനി നമുക്ക് നോക്കാം എന്താണ് മോണോഗമി. മോണോഗമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രാക്ടീസ് ഓഫ് മാരിയിങ്. ഇനി എന്താണ് മോണോഗമി പറഞ്ഞാൽ എന്താ? ദ പ്രാക്ടീസ് ഓഫ് മാരിയിങ് 1 പേഴ്സൺ അറ്റ് എ ടൈം. ഒരേ സമയം ഒരാളെ വിവാഹം കഴിക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? മോണോഗമി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ എപ്പോഴും അധികവും മിക്ക കേസിലും പോളി ആയിരിക്കും സ്റ്റാർട്ടിങ്. ഒന്നാണ് വരുന്നെങ്കിൽ മോണോ ആയിരിക്കും സ്റ്റാർട്ടിങ്. അത് ഓർത്തിരിക്കുക. പിന്നെ ബിഗമി എന്ന് പറയുന്നുണ്ടെങ്കിൽ ദ ഒഫൻസ് ഓഫ് മാരിയിങ് സംവൺ വൈൽ ഓൾറെഡി മാരീഡ് ടു അനദർ പേഴ്സൺ അല്ലേ. ഒരാൾ കല്യാണം കഴിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരാളെ കല്യാണം കഴിക്കുക. ഇനി
ഇനി ഡൈക്കോട്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ബിറ്റ്വീൻ ടു തിങ്സ് ദാറ്റ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ ഡിവൈഡ് ചെയ്യുക, അതിനെയാണ് എന്താ പറയുക ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഹു നോ മെനി ലാംഗ്വേജസ്, ഒന്നിൽ കൂടുതൽ ലാംഗ്വേജസ് അറിയുന്ന ആളെ പറയുന്ന വൺ വേർഡ് എന്താണ്? ഓപ്ഷൻ എ ബൈലിംഗ്വൽ, ദെൻ ബി പോളിഗ്ലോട്ട്, സി പോളിഗമി, ഡി പോളൻട്രി. അപ്പോൾ ആൻസർ എന്താ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, പോളിഗ്ലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബൈലിംഗ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീക്കിംഗ് ടു ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി, അതായത് രണ്ട് ഭാഷ വ്യക്തമായി കൈകാര്യം ചെയ്യുന്ന ആളെയാണ് ബൈലിംഗ്വൽ എന്ന് പറയുന്നത്. പോളൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? എ വുമൺ ഹാസ് മോർ ദാൻ വൺ ഹസ്ബൻഡ്, ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീയാണ് നമ്മൾ എന്ത് പറയുക പോളൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ ഗ്രീൻ ഹൗസ് ഗ്യാസ്? ഗ്രീൻ ഹൗസ് ഗ്യാസിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ കാർബൺ മോണോക്സൈഡ്, ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ബി മീത്തേൻ, സി കാർബൺ മോണോക്സൈഡ്, ഡി നൈട്രജൻ. എന്താണ് ആൻസർ ഓപ്ഷൻ ഡി നൈട്രജൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീതേൻ ഉണ്ട്, ഓസോൺ ഉണ്ട്, ദെൻ നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട്, അതുപോലെ വാട്ടർ വേപ്പർ. ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ ദ ഇയർ? ഏത് വർഷമാണ് ഗവൺമെൻറ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തത്? ഓപ്ഷൻ എ 1790, ബി 1854, സി 1793, ഡി നൺ ഓഫ് ദ എബോവ്. എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1793 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, നെയിം ദ സൊസൈറ്റി വിച്ച് ഈസ് പെർമിറ്റഡ് ടു ഗീവ് ഡിവിഡൻഡ് ടു ഇറ്റ്സ് നോമിനൽ മെമ്പേഴ്സ്? നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ അനുവദിക്കുന്ന സൊസൈറ്റി ഏതാണ്? അവരുടെ നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ അനുവദിക്കുന്ന സൊസൈറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, ബി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, സി കേരള ബാങ്ക്, ഡി മിൽമ. ആൻസർ ഏതാണ്? കേരള ബാങ്ക്. അപ്പോൾ കേരള ബാങ്ക് ആണ് അവരുടെ സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് എന്ത് കൊടുക്കാൻ സമ്മതിക്കുന്നത്? ഏത് മെമ്പേഴ്സിന്? സൊസൈറ്റിയിലെ നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ അനുവദിക്കുന്നത് ആരാണ്? കേരള ബാങ്കാണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ, സിമ്പതൈസർ മെമ്പർഷിപ്പ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ഡാഷ് കോപ്പറേറ്റീവ് സൊസൈറ്റി? സിമ്പതൈസേഴ്സ് മെമ്പർഷിപ്പ് ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്പെഷ്യാലിറ്റിയാണ്? ഓപ്ഷൻ എ മാർക്കറ്റിംഗ് സൊസൈറ്റി, ബി ക്രെഡിറ്റ് സൊസൈറ്റി, സി കൺസ്യൂമർ സൊസൈറ്റി, ഡി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ആൻസർ ഓപ്ഷൻ ഡി ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ സ്പെഷ്യാലിറ്റിയാണ് സിമ്പതൈസർ മെമ്പർഷിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് ടു ബി ഗിവൺ ടു എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ്സ് അണ്ടർ മെമ്പർ റിലീഫ് സ്കീം ഈസ് റുപ്പീസ് ഡാഷ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ റിലീഫ് ഫണ്ടിലൂടെ ഒരു മെമ്പർക്ക് കൊടുക്കാൻ കഴിയുന്ന മാക്സിമം സഹായ തുക എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ 5000 രൂപ, ബി 10000, സി 25000, ഡി 50000. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അവരുടെ മെമ്പേഴ്സിന് മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്നും അനുവദിക്കാൻ കഴിയുന്ന മാക്സിമം സഹായം എന്ന് പറയുന്നത് 50000 രൂപയാണ്. നയൻത്ത് ക്വസ്റ്റ്യൻ, കേരാഫെഡ് ഈസ് ആൻ ഡാഷ് സൊസൈറ്റി? കേരാഫെഡ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് സൊസൈറ്റിയാണ്? ഓപ്ഷൻ എ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി, ഓപ്ഷൻ എ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ്, ബി അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ്, ഡി ആഗ്രോ ഇൻഡസ്ട്രിയൽ, ഡി നൺ ഓഫ് ദ എബോവ്. ആൻസർ എന്താണ്? ബി ആണ്. അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ് എന്ത് പറയുന്നത്? കേരാഫെഡ് എന്ന് പറയുന്നത്. 10th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ ഡയഗ്രത്തിലെ മിസ്സിംഗ് നമ്പർ കണ്ടെത്താനാണ്. അപ്പോൾ ഇതാണ് ഡയഗ്രം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഈ ഡയഗ്രത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 3 സംഖ്യകൾ കൂട്ടി ആദ്യത്തെ 2 സംഖ്യ ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ സംഖ്യയുമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ലാസ്റ്റ് കോളത്തിൽ ഉത്തരം കിട്ടുക. അതായത് ഇവിടെ വരികയാണെങ്കിൽ 6 + 4 = 10. ഓക്കെ, 6 + 4 = 10. ദെൻ 10 × 3 = 30. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 30 എന്നുള്ള ആൻസർ അവിടെ നമുക്ക് കിട്ടി.
ദെൻ നെക്സ്റ്റ് കോളം നോക്കിയേ 5 + 4 = എത്രയാണ് 9. ദെൻ 9 × 2 18 കിട്ടി. ദെൻ തേർഡ് കോളത്തിൽ 8 + 6 = 14. പിന്നെ മൂന്നാമത്തെ കോളമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കതിനെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ 14 × x = എന്ത് കിട്ടി 98. ദെൻ x ഈ കോളത്തിന് എന്താ പറയാം 98 / 14 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും 7 എന്ന് ആൻസർ കിട്ടും.